ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൺസ് ഡയറി. എല്ലാവരും സേഫായും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നിങ്ങൾക്ക് കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിന്ത്രയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഞാൻ റാൻഡമായിട്ട് കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞാനുണ്ടല്ലോ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഈ ഒരു ഡ്രസ്സുകളൊക്കെ തന്നെ ഞാൻ ഒറ്റയടിക്ക് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ, പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ചതാണ്. ഇതിട്ട സമയത്തൊക്കെ എൻ്റെ അടുത്ത് പല ആൾക്കാർ നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വീഡിയോ ആയിട്ട് അങ്ങ് ഷെയർ ചെയ്തുകൂടാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തന്നെ കാര്യം. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ടോക്കിയോ ടാക്കീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബോഡിക്കോൺ ഡ്രസ്സാട്ടോ. നല്ല ഡാർക്ക് മെറൂണിഷ് കളറിൽ വരുന്ന ഒരു ഡ്രസ്സായത്. നല്ല ലെങ്തി ആയിട്ടൊരു ഡ്രസ്സാട്ടോ. മിഡി ഡ്രസ്സാണ് ബോഡിക്കോൺ. മിഡി ഡ്രസ്സാണ്, ഫുൾ ലെങ്ത് അല്ല, തീരെ ചെറുതുമല്ല, മുട്ടിന് താഴെയായിട്ട് മിഡി ടൈപ്പിലും കിടന്നോളും. റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് കയറിയിട്ടുള്ള റൗണ്ട് നെക്ക് കേട്ടോ. ഫുൾ നല്ല താഴത്തോട്ട് ഇങ്ങനെ നിൽക്കില്ല, ചെറിയൊരു എന്താ പറയുക, നമ്മുടെ ബോട്ട് നെക്കില്ലേ അതുപോലെയൊക്കെയാണ് ഈ ഒരു നെക്ക് നിൽക്കുക. സ്ലീവ് ആണെങ്കിൽ ചെറിയൊരു സ്ലീവാണ്. ആംപിറ്റിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ സ്ലീവ് ഇല്ല കേട്ടോ. ഞാനിത് എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. ഇതിൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത് 300 സംതിങ് ആണ്. ഞാൻ ഇത് എടുത്തിട്ട് കുറച്ചു കാലം ആയെങ്കിലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. കോട്ടൺ മെറ്റീരിയൽ അല്ല, ബനിയൻ ക്ലോത്തും അല്ല, പക്ഷെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. തീരെ സീത്രൂ അല്ല, നല്ല കട്ടിയുള്ളൊരു ഡ്രസ്സാണ്. ഏത് ക്ലൈമറ്റിൽ വേണമെങ്കിലും നമുക്കിത് വെയർ ചെയ്തിട്ട് പോകും. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാട്ടോ ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സ്. പിന്നെ നമ്മളിത് വെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ഒന്നിക്കൽ നമ്മൾ ഹീൽസ് വെയർ ചെയ്യുക, അതല്ലാതെ നമ്മുടെ ബൂട്ട്സ് ഒക്കെ ഇല്ല, അങ്ങനെയൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാൻ കാണിക്കാൻ പോകുന്നത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കോട്ട് സെറ്റ് കേട്ടോ. പാൻറ്റും ടോപ്പും ആണ്, സെയിം പ്രിന്റ് ആണ് വരുന്നത്. ബ്ലാക്കിൽ ഫുൾ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു കോട്ട് സെറ്റ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, ഇട്ടിട്ടും നല്ല കംഫർട്ടബിൾ ആണ്. കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. ക്രോപ്പ് ടോപ്പ് ഷർട്ട് മോഡലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പാൻറ്റ്. ബാക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡും ഫ്രണ്ടിൽ നോർമൽ വേസ്റ്റ് ബാൻഡും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പാൻറ്റിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് സൈഡിലും പോക്കറ്റൊന്നും അവൈലബിൾ ആയിട്ടില്ല. അതൊരു വല്ലാത്തൊരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മോഡൽ ക്രോപ്പ് ടോപ്പാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഷർട്ടിലും അതുപോലെ തന്നെ പോക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാനിത് വെയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടാങ്ക് ടോപ്പ് വെയർ ചെയ്തിട്ടാണ് പൊതുവേ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെയാണ് കാണിച്ചു തരാൻ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ കുറച്ച് തിക്നെസ് കുറവാണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് കുറവാണ്. നമുക്ക് ചെറുതായിട്ട് സീത്രൂ ആണിത്. നിങ്ങൾക്ക് അടിയിലൊരു പാൻറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണിത് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് പ്യോർ കോട്ടണിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് 3/4 സ്ലീവാണ്. എൻഡിലൊരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ ലെങ്ത്ത് മിഡി ലെങ്ത് ആണ്, ഫുൾ ലെങ്ത് അല്ല, മിഡി ലെങ്ത് ആണ്. മിഡി ലെങ്ത് ആണെങ്കിലും അതിൻ്റെ സൈഡിലായിട്ട്, ഫ്രണ്ടിൽ സൈഡിലായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്. എനിക്കിത് മുട്ടിന് മുകളിലാണ് നിൽക്കുന്നത്. എൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 5.2 ആണ്. എനിക്ക് മുട്ടിന് മുകളിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു വി നെക്കാണ്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്.
ലൈനിങ് ഒന്നും ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കുറച്ച് സീ ത്രൂ ആണ് ഈ ഒരു മെറ്റീരിയൽ. എന്നാലും ഈ ഒരു കടുത്ത സമ്മറിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്യുവർ കോട്ടൺ ഡ്രസ്സാട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കഴുകി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളർ നന്നായിട്ട് തന്നെ ഇളകുന്നുണ്ട്. പക്ഷേ വൈറ്റിൻ്റെ മുകളിൽ അതിൻ്റെ ബ്ലൂ കളർ പിടിക്കുന്നൊന്നുമില്ല. പക്ഷേ ബ്ലൂ കളറാണ് പോകുന്നത്. ഈ ഒരു പ്യുവർ കോട്ടൺ ഡ്രസ്സിൻ്റെ കൂടെ ഫ്ലാറ്റ്സ് ആണ് കുറച്ചുകൂടെ നന്നായിട്ട് ചേരുന്നത്. നമ്മുടെ എത്നിക് ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഫ്ലാറ്റ്സ് ഒക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്കേർട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ക്രേപ്പാണ്. ഫുള്ളി ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണിത്. ഇതിൻ്റെ പല ഫ്ലോറൽ പ്രിൻറ്റും നിങ്ങൾക്ക് മിന്ത്രയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 5 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിന് സൈഡിലായിട്ടൊരു സിബൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഹിപ്പ് പോർഷനിൽ കുറച്ച് ടൈറ്റും താഴേക്ക് കുറച്ച് വീതി കൂടുതലുമാണ് ഈ ഒരു സ്കേർട്ടിനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഒരു സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും മുട്ടിന് മുകളിലാണ് കേട്ടോ എനിക്ക് നിൽക്കുന്നത്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ടാങ്ക് ടോപ്പ് ടൈപ്പ് ടോപ്പാണ് ഇതിന് ഞാൻ പെയർ ചെയ്യുന്നത്. ഇത് സ്കേർട്ട് മാത്രമായിട്ട് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ടോപ്പ് അവൈലബിൾ അല്ല. ടോപ്പ് നമ്മൾ ഏതെങ്കിലും ഒന്ന് പെയർ ചെയ്യുന്നതാണ്. ഞാനിത് എടുത്തിരിക്കുന്നത് 30 സൈസാണ് കേട്ടോ. കുറച്ച് ടൈറ്റ് കറക്റ്റ് സൈസ് എടുത്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇതിന് എലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്കിത് ടൈറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. ഇൻവിസിബിൾ സിബൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ലൂസ് നമ്മുടെ ഒരു സൈസ് വലുതെടുക്കുകയാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഇത് സെറ്റ് ആവില്ല. അപ്പോൾ നമുക്കിത് ഇടാനേ പറ്റില്ല. കുറച്ച് ഷേപ്പ് ചെയ്താലൊക്കെ വൃത്തികേടായിരിക്കും ഇത് എടുത്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ഇതുപോലുള്ളൊരു ബ്ലാക്ക് ടോപ്പാണ്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടോ മിന്ത്രയോ അങ്ങനെ എന്തോ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് രണ്ടുമാണ് ഞാൻ പൊതുവെ പെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ ഫ്ലോറൽ പ്രിൻറ്റിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാട്ടോ. ഇത് സ്കേർട്ട് ടോപ്പ് സെറ്റാണ് വരുന്നത്. ബ്ലാക്ക് പ്ലെയിൻ ക്രോപ്പ് ടോപ്പാണ് ഇതിൻ്റെ ഷർട്ട് വരുന്നത്. ഷർട്ട് മോഡലിലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അത് ഞാൻ ഇടാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഞാനതിന് പെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ളൊരു വൈറ്റ് കളർ ടാങ്ക് ടോപ്പാണ്. വൈറ്റോ ബ്ലാക്കോ ഞാനത് എൻ്റെ ചോയ്സ് അനുസരിച്ചാണ് ഞാനത് മാറ്റി മാറ്റി ഇടുന്നത്. ഇപ്പം ഞാൻ വൈറ്റ് കാണിച്ചു എന്ന് മാത്രം. ഒരു ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സ്കേർട്ടിൻ്റെ കൂടെ അത് പെയർ ചെയ്യാത്തത്. അത് മോളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതും അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ടിട്ട് കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ വെസ്റ്റേൺ ഡ്രസ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ടീനേജറിൻ്റെ അമ്മ ആയതുകൊണ്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റിയതാണോ ഞാൻ കാണിച്ചതെന്ന് എനിക്കറിയില്ല. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇടാൻ പറ്റിയതാണ് കാണിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങളാണ് പറയേണ്ടത് ഞാൻ ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സൊക്കെ കാണിച്ചിട്ടുള്ളത് എന്ന്. ഓരോ ആൾക്കാരുടെയും ഡ്രസ്സിങ് സെൻസും ഡ്രസ്സിങ്ങിൻ്റെ കംഫർട്ടൊക്കെ വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും ഓരോരുത്തരും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ ഓരോ ആൾക്കാരും ഇടുന്ന ഡ്രസ്സിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ട ആവശ്യമില്ല. അവരവരുടെ കംഫർട്ട് ലെവലിനനുസരിച്ചിട്ട് ഡ്രസ്സ് ഇടുന്നു എന്ന് മാത്രം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.